കൊല്ലത്ത് മാതാപിതാക്കളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം 13-കാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. ഓച്ചിറ സ്വദേശികളായ ബിബിൻ, അനന്തു എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. വഴിയോര കച്ചവടക്കാരായ രാജസ്ഥാൻ സ്വദേശികളായ ദമ്പതികളെയാണ് മർദ്ദിച്ചവശരാക്കി 13-കാരിയായ മകളെ നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഓച്ചിറ പള്ളിമുക്കിൽ തിങ്കളാഴ്ച രാത്രി 11ഓടെയായിരുന്നു സംഭവം. സംഭവത്തിൽ ഓച്ചിറ വലിയകുളങ്ങര സ്വദേശികളായ മുഹമ്മദ് റോഷൻ, ബിബിൻ, പായ്ക്കുഴി സ്വദേശി പ്യാരി, വള്ളിക്കാവ് സ്വദേശി അജയൻ എന്നിവർക്കെതിരെ ഓച്ചിറ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇവർക്ക് കാർ വാടകയ്ക്ക് കൊടുത്ത ഗോപിനാഥൻ, ബന്ധു ബിബിൻ ബാബു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. സംഘത്തിലെ ഒരു യുവാവുമായി പെൺകുട്ടി പ്രണയത്തിലാണെന്നും പെൺകുട്ടിയെ നേരത്തെയും ഈ സംഘം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും അന്ന് പോലീസ് ഇടപെട്ടാണ് തിരിച്ചെത്തിച്ചതെന്നും പോലീസ് പറഞ്ഞു. നാട്ടിൽ തന്നെയുള്ള ചിലർ ഉപദ്രവിക്കാറുണ്ടെന്ന് അച്ഛനമ്മമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് പെൺകുട്ടിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. തിങ്കളാഴ്ച രാവിലെ തന്നെ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസുകാർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കിയപ്പോഴാണ് അന്വേഷണം തന്നെ തുടങ്ങിയത്. കൊല്ലം ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ പെൺകുട്ടി ഇപ്പോൾ എവിടെയുണ്ടെന്നതുൾപ്പെടെ കൃത്യമായ ഒരു വിവരവും ഇനിയും പോലീസിന് കിട്ടിയിട്ടില്ല. ഓച്ചിറ പള്ളിമുക്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു കുടുംബം. 8 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണിവർ. രാത്രി 11 മണിയോടെ കാറിലെത്തിയ നാലംഗ സംഘം ഇവർ താമസിക്കുന്ന ഷെഡിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ കടന്നുപിടിച്ചു. തടയാൻ ശ്രമിച്ച ദമ്പതികളെ തല്ലിച്ചതച്ചു. വഴിയിൽ തള്ളി പെൺകുട്ടിയുമായി കടന്നു. കൈക്കും മാരിയലിനും പരിക്കേറ്റ ദമ്പതികളെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുനാഗപ്പള്ളി ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും പെൺകുട്ടി എവിടെയുണ്ടെന്നത് സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ കായംകുളത്ത് കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിൽ പിതാവിന്റെ കൈക്ക് പരിക്കേറ്റു. കൊല്ലം ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.